എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. എന്ത് പരിപാടി കാണിച്ചോണ്ടിരിക്കണേ? അനുമോളെ എന്ത് പരിപാടി കാണിക്കണത്? മോശമായ പരിപാടിയാണ്. എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി. അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. ആ വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അവരെ കണ്ടിട്ട് ചിരിച്ചു. അത് എല്ലാ മലയാളിസും കണ്ട. ഞങ്ങൾ ചോറ് തന്നെ ജയിച്ചു ഉണ്ണണത്, ചോറ് തന്നെ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? എന്നിട്ട് കളിയാക്കിയിട്ട് ഏറ്റവും അവസാനം പറയാം, അയ്യോ ഞാൻ കളിയാക്കിയൊന്നുമില്ല, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിരി. മരണ വീട്ടിൽ പോയി ആരെങ്കിലും ചിരിക്കോ? ഈ പെരേര ചിരിക്കോ മരണ വീട്ടിൽ പോയാ? ഇല്ല. ഒരു വീക്ക് ഞാൻ വെച്ചെന്നുണ്ടല്ലോ. നീ ഒറ്റ ഒരുത്തനാ പറഞ്ഞു ഈ വിഷം മുഴുക്ക ഇവന്റെ മനസ്സിൽ കുത്തി വെക്കുന്നത്. അരവിന്ദ നീ കിടന്നുറങ്ങാൻ നോക്ക്. മാപ്പ് പറഞ്ഞേ പറ്റൂ. ലാലേട്ടന്റെ മുമ്പിലല്ല, അലിൻ ജോസ് പെരേരയുടെ മുമ്പിൽ അനുമോള് മാപ്പ് പറയണം. ഞാൻ ചിരിച്ചു പോയനെ. എന്നാലാണ് ഈ സമരം ഇവിടെ തീരുള്ളൂ. അല്ലെങ്കിൽ ഈ സമരം നീണ്ടു വെക്കും. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. മോനെ, എനിക്ക് രോഷം കത്തിക്കൊണ്ടിരിക്കടാ. അനുചേച്ചി നിന്നെ കളിയാക്കിയല്ലേ? അല്ല നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? കാരണം അതിനെപ്പറ്റി പറയാം. കാരണം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ മേജർ ഏട്ടൻ എന്നെ നോക്കി ചെറിയ രീതിയിൽ മേജറോ? മേജർ ഏട്ടനെ ആരത്? മേജർ രവിചേട്ടൻ. എന്റെ മുടിപ്പേര അമ്മജി ഇതെന്തൊരു ജമ്മം. പുള്ളി ചെറിയൊരു പുഞ്ചിരി തിരിച്ചത്. ചെറിയ പുഞ്ചിരി. അത് പക്ഷെ ബഹുമാനത്തോടെ കൈകൂപ്പിയ പുള്ളിയെ കാണിച്ചതിനെ. കൈകൂപ്പി എന്നെ കാണിച്ചാദ്യം. കഷ്ടം. മേജറേട്ടൻ കൈ അങ്ങോട്ട് കൂപ്പിയോ? അത് തന്നെ വല്ല സ്വപ്നം കണ്ടാണോ? അല്ല, കണ്ടതാ. തന്നെ കണ്ടിട്ട്. ഓ ശരി ശരി. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഈ പയ്യനുണ്ടോ PR വർക്ക് ചെയ്തു ബിഗ് ബോസിന് വേണ്ടി. PR. ഞാൻ അനീഷേട്ടനെ ആരാധിച്ചപ്പോൾ അനീഷേട്ടനെ ആരാധിക്കുണ്ടല്ലോ, ഇവന്റെ ചങ്കിരുത ഇവിടെ അനുമോളുടെ ഇത് പടം വെച്ചിട്ട് അനുചേച്ചിയെ ജയിക്കുള്ളൂ, അനുചേച്ചി ജയിക്കുള്ളൂ. ചേട്ടൻ കണ്ടോന്ന് പറഞ്ഞിട്ട് നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുറെ തന്നെ ഇവന്റെ ഈ സ്നേഹം അനുമോള് കണ്ടില്ല. അതാണ് തെറ്റ്. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? മനസ്സിലായോ? അതായത് ഫാൻസാ ഫോട്ടോ എടുക്കാൻ വന്ന. പിന്നെ എടുക്കാം ഫോട്ടോ. പിന്നെ തരാം. ഷൂട്ടാണ്. ഫോട്ടോ പിന്നെ എടുക്കാം. ഓക്കെ. ഓ, എന്തൊരു ചളിയാടോ. ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഈ അനുചേച്ചി മാപ്പ് പറയണമെന്നാണോ താൻ പറയണത്? എന്നോട് പറയണ്ട, ലാലേട്ടനോട്. നിന്നെ കൊണ്ട് എടുത്താൽ പോകാത്ത കാര്യം ഇവിടെ പറയണ്ട. സൂക്ഷിച്ച് സംസാരിക്കണം. അനിമോളുടെ കുറച്ച് ഫാൻസ് എനിക്കെതിരെ ചെയ്യുന്നുണ്ട്. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. എന്ത് ചെയ്യുന്നു? അലിൻ ജോസ് പെരേര വാണം വന്നതിന് പുള്ളി ചിരിക്കെ കളിയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? നമ്മളിപ്പോ ആണത്തിനെ പോലെ ആൾക്കാർ കാണണം. വാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറ്റേ വിഷുവിനൊക്കെ ഇങ്ങനെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഓക്കെ. അപ്പൊ എന്തായാലും അനുചേച്ചി മാപ്പ് പറഞ്ഞവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട. അവനാ വാതിക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. കാരണം അനുചേച്ചിയുടെ ഒരു മാപ്പ് അപേക്ഷ കേൾക്കാൻ വേണ്ടി പെരേര കാത്തിരിക്കുകയാണ്. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ?